ഹായ് ഓൾ, വെൽക്കം ടു എസ്എഫ്എസ്. ഇന്ന് നമ്മൾ എല്ലാവരും വെയിറ്റിരിക്കുന്ന റണ്ണിങ് ഫാബ്രിക്സിന്റെ കളക്ഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിനായിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ സ്ക്രീനിൽ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്തോളാം. ഇല്ലെങ്കിൽ നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ്ലി വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. നമുക്ക് പാർട്ടി വെയർ ആയിട്ടും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് അടിപൊളി കളക്ഷൻസ് ഉണ്ടെന്ന്. ഒത്തിരി ഒന്നുമില്ല, ചെറിയ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതിനായാലും വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് പെട്ടെന്ന് തന്നെ വാട്സപ്പിലേക്ക് അയച്ചോളാം. ആൻഡ് നിങ്ങൾക്ക് എത്ര മീറ്റർ ആണ് വേണ്ടത് അത്ര മീറ്റർ അവൈലബിൾ ആണോ എന്ന് ചോദിച്ചിട്ട് അയക്കുക. ഞാൻ എപ്പോഴും റണ്ണിങ് ഫാബ്രിക്കിന്റെ വീഡിയോയിൽ പറയാറുള്ളതാണ്, അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യാം കേട്ടോ. ആൻഡ് ഞാനിപ്പോൾ വേർതിരിക്കുന്ന ഫാബ്രിക് എല്ലാ വീഡിയോസിലും എന്താണ് വേർതിരിക്കുന്ന ഫാബ്രിക് അവൈലബിൾ ആണോ ഷോപ്പിൽ, അല്ലെങ്കിൽ അത് ഏത് മെറ്റീരിയലാണെന്നൊക്കെ പറയാനായിട്ട് കുറച്ചിങ്ങനെ മെസ്സേജസ് ഒക്കെ വരാറുണ്ട് എനിക്ക് വാട്സപ്പിൽ. ആൻഡ് ഇപ്പം ഞാൻ വേർതിരിക്കുന്നത് മൊഡാൾ സിൽക്ക് ഫാബ്രിക്കിലേക്ക് ഇങ്ങനത്തെ സീക്വൻസിന്റെ ത്രെഡിന്റെ വർക്ക് വരുന്ന ഒരു റണ്ണിങ് ഫാബ്രിക് ആണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ഫാബ്രിക് ആണ് ഇത്. ഒത്തിരി കളക്ഷൻ ഇല്ല, കുറച്ച് ഫാബ്രിക് കൂടി ബാലൻസ് ഉണ്ട്. സോ അപ്പോൾ ഞാൻ വേറെ ചെയ്യുന്നത് അവൈലബിലിറ്റി പറയാനായിട്ട് വീഡിയോ ത്രൂ പറയാനായിട്ട് കുറച്ച് പേരൊക്കെ മെസ്സേജ് ആയിട്ട് അയക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അതും കൂടി പറയുന്നത്. ആൻഡ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് നമ്മൾ മെസ്സേജ് ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് ഡിലേ ഉണ്ടാവും. ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. റിപ്ലൈ കിട്ടാനും അതുപോലെ തന്നെ ഓർഡർ എടുക്കാനും ചെറിയൊരു ഡിലേ ഉണ്ടാവും. സോ അത് എക്സ്പെക്ട് ചെയ്തിട്ട് വാട്സപ്പിൽ അയക്കാം. മിസ് കോൾ അടിച്ചുകൊണ്ടിരിക്കാണ്ട് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ, ഞാൻ റിപ്ലൈ തന്നോളാം. പിന്നെ നമ്മൾ ആദ്യം അയക്കുന്നവരുടെ മുതലാണ് മെസ്സേജസ് കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് ആദ്യം അയക്കുന്നവർ പേടിക്കേണ്ട, വെയിറ്റ് ചെയ്തിരിക്കുക. സോ നിങ്ങൾ വീണ്ടും വീണ്ടും അയച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ചാറ്റ് വീണ്ടും മുകളിലേക്ക് ആയി പോകും. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് അയക്കുന്നവർ അയച്ചിട്ട് വെയിറ്റ് ചെയ്യുക. സോ ഞാൻ ഫസ്റ്റ് അയച്ചവരുടെ താഴേന്ന് മുതലാണ് ഞാൻ വീഡിയോ മെസ്സേജസ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാം ക്ലിയർ ചെയ്തോളാം. നിങ്ങൾ എല്ലാവരുടെയും ഓർഡേഴ്സ് എടുത്തോളാം. റണ്ണിങ് ഫാബ്രിക് ആയതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് തീരത്തില്ല, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. സോ വെയിറ്റ് ചെയ്യുക കേട്ടോ. ഒത്തിരി ഡിലേ ഉണ്ടാവാതെ റിപ്ലൈ തന്നോളാം കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം. ആൻഡ് റണ്ണിങ് ഫാബ്രിക്സിന്റെ കളക്ഷൻസ് എല്ലാം മൺഡേ ആൻഡ് ട്യൂസ്ഡേ ആയിട്ടാണ് ഡിസ്പാച്ച് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതും എക്സ്പെക്ട് ചെയ്തിട്ട് ഓർഡർ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം. ഫസ്റ്റ് തന്നെ നമുക്ക് ജോർജറ്റ് ഫാബ്രിക്കിലേക്ക്, പ്യുവർ വിസ്കോസ് ജോർജറ്റ് ഫാബ്രിക്കിലേക്ക് നല്ല സിമ്പിൾ ആയിട്ടുള്ളൊരു എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുന്ന അടിപൊളിയായിട്ടുള്ളൊരു കളക്ഷനാണ് കേട്ടോ. ഇങ്ങനെ വരുന്നു. ഞാനൊരു 3-4 ലെയേഴ്സാണ് പിടിച്ചിരിക്കുന്നത്. കാരണം വൈറ്റ് കളർ വയ്ക്കുമ്പോൾ അതൊരു കറക്റ്റ് കളർ കിട്ടില്ല. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു യെല്ലോ ഷെയ്ഡാണ്. അതിലേക്കൊരു മൾട്ടി കളർ എംബ്രോയിഡറി വർക്കാണ്. ഒരു ഏലക്ക ഗ്രീൻ കളറും പൗഡർ ഗ്രീനും പൗഡർ ബ്ലൂവും പൗഡർ പീച്ച് പൗഡർ പിങ്ക് യെല്ലോ ഷെയ്ഡ് തന്നെ, അങ്ങനെ പല മൾട്ടി കളർ എംബ്രോയിഡറി വർക്കാണ് അതിനകത്തേക്ക് കൊടുത്തിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സെറ്റാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ടോപ്പ് ബോട്ടം ദുപ്പട്ടയായിട്ട് വേണമെങ്കിൽ ഡൈ ചെയ്തെടുക്കാം. സെയിം തന്നെ വേണമെങ്കിൽ ദുപ്പട്ടയായിട്ടും ചെയ്യാം, സാരി ആയിട്ട് വേണമെങ്കിൽ എടുക്കാം. കറക്റ്റ് 44 ഇഞ്ചസ് ആണ് കേട്ടോ വിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെ വരുന്നു. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്യുവർ ആയിട്ടുള്ള ജോർജറ്റ് ആണ്. ഇങ്ങനെ വരുന്നു. ഫസ്റ്റ് ഷെയ്ഡ് നല്ലൊരു യെല്ലോ ഷെയ്ഡ് കേട്ടോ. ഒരു പേസ്റ്റൽ യെല്ലോ ആണ്, മസ്റ്റാർഡ് അല്ല, ഒരു പേസ്റ്റൽ യെല്ലോ ടോണാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ വരുന്നു ഫസ്റ്റ് ഷെയ്ഡ്. അതിൻ്റെ അടുത്ത ഷെയ്ഡ് വരുന്നത് പിങ്ക് ആണ് കേട്ടോ. ഒരു പീച്ചിഷ് പിങ്ക് ടോൺ ആണ്. നല്ല ഭംഗിയുള്ളൊരു പിങ്ക് ആണ് വരുന്നത്. ഇങ്ങനെ വരുന്നു. സെയിം എംബ്രോയിഡറി വർക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. നല്ല സോഫ്റ്റ് ഫാബ്രിക് ആണ് കേട്ടോ. ഒട്ടും വണ്ണമൊന്നും തോന്നത്തില്ല. വണ്ണമൊക്കെ ഉള്ളവരാണെങ്കിൽ നല്ല ഒതുങ്ങി നമുക്ക് നല്ലൊരു ഫംഗ്ഷൻ വെയർ ആയിട്ട് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ആൻഡ് ടോപ്പ് ബോട്ടം ദുപ്പട്ട സെയിം ഷെയ്ഡിലേക്ക് നിങ്ങൾക്ക് ഡൈ ചെയ്തെടുക്കണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ സെയിം ഷെയ്ഡിൽ തന്നെ നിങ്ങൾക്ക് കോട്ടണോ അല്ലെങ്കിൽ ജോർജറ്റോ നമുക്ക് ബോട്ടോ അല്ലെങ്കിൽ ഷാൻറ്റോണോ ആയിട്ടോ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇങ്ങനെ വരുന്നു. സാരി ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ നല്ല ഭംഗിയായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഫിഗർ ഫിറ്റ് ആയിട്ട് നമുക്ക് ഡ്രൈപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ്. അതിൻ്റെ ഷെയ്ഡ് മാറി പോകുന്നുണ്ട്. 2-3 ലെയർ പിടിക്കാം. ഇത് കണ്ടോ, ഇങ്ങനെ വരും. സെയിം ഈ മെറ്റീരിയൽ തന്നെ സെയിം നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലൗസ് ആയിട്ട് കൊടുത്താലും നല്ല രസം ഉണ്ടാവും കേട്ടോ. സെയിം തന്നെ, വലിയ ഹെവി അല്ലാത്തതുകൊണ്ട് തന്നെ സെയിം തന്നെ കൊടുത്താലും നല്ല ഭംഗിയായിരിക്കും. ഇങ്ങനെ വരുന്നു ഫാബ്രിക്കിന് മീറ്റർ പ്രൈസ് വരുന്നത് 390 പെർ മീറ്റർ. ഇങ്ങനെ വരും കേട്ടോ. നമ്മൾ സാരി കൊടുക്കുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്കൊരു സാരി ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇങ്ങനെ വരുന്നു. ഈ ടൈപ്പൊക്കെ സാരിയിൽ ചെയ്താൽ എന്താ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് പിന്നീട് നമുക്ക് കുർത്തിയായിട്ട് സ്റ്റിച്ച് ചെയ്ത്, കുർത്തിയും ദുപ്പട്ടയൊക്കെ ആയിട്ട് സ്റ്റിച്ച് ചെയ്തിടാനായിട്ട് പറ്റും. കാരണം നമുക്ക് പിന്നെ അത് കട്ട് ചെയ്ത് കളയാൻ ഒരു മടി ഉണ്ടാകത്തില്ല റണ്ണിങ് മെറ്റീരിയൽ ആയതുകൊണ്ട്. അല്ലാണ്ട് സാരി ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് പിന്നീട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ചുമ്മാ അലമാരിൽ ഇരിക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് ഇങ്ങനത്തെ ഫാബ്രിക്സിലൊക്കെ സാരി ചെയ്യുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇങ്ങനെ വരുന്നു. 44 ഇഞ്ചസ് ആണ് വിട്ട് വന്നിരിക്കുന്നത്. ഫാബ്രിക്കിന്റെ മീറ്റർ പ്രൈസ് വരുന്നത് 390. ആൻഡ് ഈ ഒരു ഫാബ്രിക് ടോപ്പായിട്ട് വരുമ്പോൾ ഇതാ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഇതാ ഇങ്ങനെ വരും ടോപ്പ് ആക്കാനാണെങ്കിൽ. അല്ലെങ്കിൽ ഇത് ദുപ്പട്ടയാക്കാൻ നല്ല ഭംഗിയാണ്. ഇത് ഭയങ്കര സോഫ്റ്റ് പ്യുവർ ആയിട്ടുള്ള
ജോർജറ്റ് ആണ് കേട്ടോ, അതുകൊണ്ടാണ് ഫോക്സ് ജോർജറ്റ് അല്ല, പ്യുവർ ജോർജറ്റ് ആണ്, അതുകൊണ്ടാണ് 390 വരുന്നതും. അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ഫാബ്രിക്കും ആണ്, നമുക്ക് ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാനും പറ്റും. ദുപ്പട്ടയാക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സെയിം ഷെയ്ഡ് തന്നെ പ്ലെയിൻ ജോർജറ്റിൽ ടോപ്പ് ആയിട്ട് എടുത്തിട്ട് ഇത് വേണമെങ്കിൽ ദുപ്പട്ടയ്ക്ക് എടുത്തിട്ട് യോക്ക് കൊടുത്ത് ഈ വർക്കുള്ള മെറ്റീരിയൽ ദുപ്പട്ടയാക്കിയിട്ട് പ്ലെയിൻ മെറ്റീരിയലിൽ വേണമെങ്കിൽ ഒരു ചെറിയ യോക്കൊക്കെ കൊടുത്തിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്തെടുക്കാവുന്നതാണ്. ബഡ്ജറ്റ് റേഞ്ചിലേക്ക് നിങ്ങൾക്ക് നോക്കണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുത്താലും നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. എന്നിട്ട് സെയിം ഷെയ്ഡുള്ള ഷാൻറ്റൂണോ അല്ലെങ്കിൽ കോട്ടനോ ബോട്ടം കൊടുത്തിട്ടുണ്ടെങ്കിലും മതി. അത് കഴിഞ്ഞ ദിവസം റണ്ണിങ് ഫാബ്രിക്കിൻ്റെ വീഡിയോയിൽ ഇട്ടില്ലായിരുന്നു, ആ ഒരു ലുക്കിലൊക്കെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക്കാണ് കേട്ടോ. മീറ്റർ പ്രൈസ് വരുന്നത് 390. നെക്സ്റ്റ് നമുക്ക് കോട്ടാചെക്സ് ഫാബ്രിക്കിലേക്ക് വന്നിരിക്കുന്ന നല്ലൊരു കളക്ഷനാണ് കേട്ടോ. കോട്ടാചെക്സ് ഫാബ്രിക്കിലേക്ക് എംബ്രോയിഡറി വർക്കും ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സീക്വൻസും ഉണ്ടല്ലോ, അതിൻ്റെ ഒരു വർക്കും കൂടെ വരുന്നൊരു നല്ല ഭംഗിയുള്ളൊരു പിങ്ക്, ഒരു ബേബി പിങ്ക് ടോണിലേക്ക് വരുന്നൊരു കളക്ഷനാണ്. ഇതാ ഇങ്ങനെ വരുന്നു കേട്ടോ. നല്ല രസമുള്ളൊരു പിങ്ക് ആണ്, ഒരു ബേബി പിങ്ക് ടോൺ ആണ് വന്നിരിക്കുന്നത്. നമുക്കിത് വൈറ്റ് അല്ലെങ്കിൽ ബേജ് കളറിലുള്ള ബോട്ടത്തിൻ്റെ കൂടെ പെയർ ചെയ്യാം, ഇല്ലെങ്കിൽ സെയിം ഷെയ്ഡ് തന്നെ ബോട്ടത്തിൻ്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റും. നല്ലൊരു എലഗൻ്റ് ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി വർക്കാണ്. ഈ സെയിം എംബ്രോയിഡറി വർക്ക് നമ്മളിതിന് മുന്നേ ചെയ്തിട്ടുണ്ട് കോട്ടണിലൊക്കെ. ഒത്തിരി പേര് എൻക്വയറി ആയിട്ട് വരുന്ന ഒരു എംബ്രോയിഡറി വർക്കായിരുന്നു, ഭയങ്കര ക്യൂട്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടോ, നല്ല ഭംഗിയുള്ള നല്ല രസമുള്ളൊരു എംബ്രോയിഡറി വർക്കാണ് കണ്ടോ. ആ ഒരു വർക്കാണ് ഇത് കൊടുത്തിരിക്കുന്നത്. കോട്ട ചെക്സ് ആണ് ഫാബ്രിക്. ഇങ്ങനെ വരുന്നു ഫാബ്രിക്കിന്റെ ലുക്ക്. ഒത്തിരി ഇങ്ങനെ സ്റ്റിഫായിട്ട് നിൽക്കുന്ന ടൈപ്പ് കോട്ടയല്ല കേട്ടോ, നന്നായിട്ട് ബോഡി ഹഗ്ഗിങ് ആയിട്ടിരിക്കുന്ന ടൈപ്പ് കോട്ടയാണ്. മീറ്റർ പ്രൈസ് 325. നെക്സ്റ്റ് അടിപൊളിയായിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ, നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡും നല്ല ഭംഗിയുള്ളൊരു റയർ ഒരു കൈൻഡ് ഓഫ് ഒരു എംബ്രോയിഡറി വർക്കാണ്. നമ്മൾ എപ്പോഴും കാണുന്ന ഒരു ടൈപ്പ് അല്ലാത്ത നല്ല ഭംഗിയുള്ളൊരു എംബ്രോയിഡറി വർക്ക്. ഫാബ്രിക് വന്നിരിക്കുന്നത് ഡോള സിൽക്ക് ആണ്. ഡോള സിൽക്ക് ഫാബ്രിക്കിലേക്ക് ഒരു ചിക്കൻ കാരി വർക്കിൻ്റെ സിമിലർ ആയിട്ടുള്ളൊരു വർക്കും ഒരു സീക്വൻസിൻ്റെ വർക്കും കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ബട്ടർ ക്രീം കളറിലാണ് അതിൻ്റെ ഒരു ഷെയ്ഡ് വന്നിരിക്കുന്നത്. നല്ല രസമുണ്ട്. ഓഫ് വൈറ്റ് ആണ്, വൈറ്റും അല്ല ഓഫ് വൈറ്റും അല്ല, ഒരു ബട്ടർ ക്രീം ഷെയ്ഡ് ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ വരുന്നു, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇതാണ് അതിൻ്റെ ഒരു വർക്ക് കണ്ടത്, വർക്ക് ക്ലോസ് ആയിട്ട് കണ്ടോ കേട്ടോ. അങ്ങനെ ചിക്കൻ കാരി വർക്ക് പോലെ വരും, നല്ല ഭംഗിയായിരിക്കും സ്റ്റിച്ച് ചെയ്തിട്ടാൽ. ഈ ബാപ്റ്റിസം പോലത്തെ ഫംഗ്ഷൻസിനൊക്കെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റും, അതുപോലെ വെഡിങ് ഈവനിങ് ഫംഗ്ഷൻസിനൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലാണ്ട് നമുക്കൊരു പ്രീമിയം ലുക്കിൽ ഡെയിലി ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗെറ്റ് ടുഗദറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് കേട്ടോ. ഇങ്ങനെ വരുന്നു. 435 ആണ് പെർ മീറ്റർ റേറ്റ്. നമുക്ക് ഡോള സിൽക്ക് ഫാബ്രിക്കിലേക്ക് പ്രിന്റ് വന്നിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജെറിയുടെ വർക്കും കൊടുത്തിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു പ്രീമിയം ഫാബ്രിക് ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ്, ഒരു ചോക്ലേറ്റ് ഷെയ്ഡിലേക്ക് വന്നിട്ട് സെൽഫ് പ്രിന്റഡ് ആയിട്ടാണ് ഫാബ്രിക് വരുന്നത്. അതിലേക്ക് ഇത് കണ്ടത് ജെറിയുടെ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇത് കണ്ടോ, ഒരു ജെറി വർക്കാണ്. ബാക്കിൽ ത്രെഡ് വീവിങ് കണ്ടോ, ജെറിയുടെ വീവിങ് കണ്ടോ. അതുപോലെ വീവിങ് പാറ്റേണിൽ വരുന്ന ഒരു മെറ്റീരിയലാണ്. ഇങ്ങനെ ചെറിയ ചെറിയ നല്ല ക്യൂട്ട് ആയിട്ടുള്ള ബൂട്ടാസ് പോലെ കൊടുത്തേക്കുവാണ്. ഫ്ലോറൽ കൈൻഡ് ഓഫ് ഒരു വീവിങ് ആണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ദാമൻ ലൈനിലായിട്ട് ഇത് കണ്ടോ, നല്ല ഭംഗിയുള്ളൊരു വർക്കാണ്. ജെറിയുടെ തന്നെ വർക്ക് തിക്കായിട്ടുള്ള ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്. പ്രീമിയം ആയിട്ടുള്ള ഫാബ്രിക് ആണ്. ഈ ഒരു ടൈപ്പിലുള്ള ഫാബ്രിക് നിങ്ങൾക്ക് പ്രീമിയം ഷോപ്പിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഒരു 700 എബോ, ഏറ്റവും കുറഞ്ഞത് 700 എബോ അല്ല നിങ്ങൾക്ക് കിട്ടത്തില്ല. അങ്ങനത്തെ ഒരു ഫാബ്രിക് ആണ്. സോ നിങ്ങൾ റേറ്റ് കൂടുതലാണെന്ന് പറഞ്ഞിടുമ്പോൾ ഫാബ്രിക്കിന്റെ നേച്ചറും കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം കേട്ടോ. നമ്മൾ ചെയ്യുന്ന എല്ലാം പ്രീമിയം ആയിട്ടുള്ള പ്യുവർ ഫാബ്രിക്സിലാണ് നമ്മളെല്ലാം കൊണ്ടുവരുന്നത്. സാധാ ഫാബ്രിക്കിലേക്ക് ഇത് വരുമ്പോൾ ഇതിന് അത്രയും റേറ്റ് ചിലപ്പോൾ ഉണ്ടാവില്ലായിരിക്കും. പക്ഷേ ഇത് പ്യുവർ ആയിട്ടുള്ള ഡോള സിൽക്ക്, പ്യുവർ ആയിട്ടുള്ള സിൽക്ക്, പ്യുവർ ജോർജറ്റ്, പ്യുവർ ഓർഗൻസ്, അങ്ങനെയുള്ള ഫാബ്രിക്സിലാണ് നമ്മൾ എപ്പോഴും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ചുള്ള റേറ്റിന്റെ വ്യത്യാസം കാണും. സോ നിങ്ങൾക്ക് പ്രീമിയം ലുക്കിൽ വെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ആ ഒരു വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ഇങ്ങനെ വരുന്നു, നല്ല ഭംഗിയുള്ളൊരു ഫാബ്രിക് ആണ്. ആൻഡ് ഇതിന്റെ വിത്ത് വരുന്നത് 48 ഇഞ്ചസ് ആണ്. സോ നിങ്ങൾക്കൊരു 2 മീറ്റർ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു കുർത്തി സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. 2 മീറ്റർ ഒക്കെ എടുത്താൽ മതിയോ. ആൻഡ് സ്ലീവ്സിന്റെ എൻഡിലായിട്ട് ഇതാ ഈ ഒരു പോർഷനൊക്കെ കൊടുക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അല്ലെങ്കിൽ ഇത്രയും ഒരു പോർഷൻ കൊടുത്താലും മതി. നല്ല ഭംഗിയിൽ നമുക്കൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് ഫംഗ്ഷൻ വെയർ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തരാൻ പറ്റും. ആൻഡ് ഇതിന്റെ ബോട്ടം ഏതിൻ്റെങ്കിലും നിങ്ങൾക്ക് ഡൈ ചെയ്ത് തരണമെങ്കിൽ ഈ ഒരു ബേസ് കളറിലേക്കോ ഒക്കെ ഡൈ ചെയ്ത് തരണമെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഡാർക്ക് കോഫി കണ്ടോ, ലൈറ്റ് കോഫി ടു ഡാർക്ക് കോഫിയാണ് പോകുന്നത്. സോ ആ ഡാർക്ക് കോഫി ഷെയ്ഡ് ബോട്ടം കൊടുക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഞാൻ ഇത്ര എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഐഡിയ കിട്ടാനാണ്. ഇത് സ്റ്റിച്ച് ചെയ്തിട്ടാലാണ് അതിൻ്റെ ഭംഗി കിട്ടുള്ളൂ. അപ്പോൾ മാക്സിമം എല്ലാം നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് ഇതിൻ്റെ ആ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കേട്ടോ.
ആൻഡ് നെക്സ്റ്റ് അതിൻ്റെ ഷെയ്ഡ് വരുന്നത് ഒരു ഡാർക്ക് ആയിട്ടുള്ളൊരു കൗഡൻ ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ. ഭയങ്കര ഡീപ്പായിട്ടുള്ളൊരു കൗഡൻ ഗ്രീൻ ഷെയ്ഡിലേക്കാണ് വരുന്നത്. ഇതും സെയിം ഡിസൈൻ തന്നെ, ഷെയ്ഡ് മാത്രമാണ് ഡിഫറൻസ് വരുന്നുള്ളൂ. ഇതാ ഇങ്ങനെ വരുന്നു. നല്ലൊരു റെയർ ആയിട്ടുള്ളൊരു കളക്ഷനാണ് കേട്ടോ. ഇത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ധൈര്യമായിട്ട് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഇങ്ങനെ വരുന്നു. പ്യുവർ ആയിട്ടുള്ള ഡോളാ സിൽക്കാണ്. ആൻഡ് ഡോളാ സിൽക്ക് നമ്മൾ ഇതിൻ്റെ പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു 2 വീഡിയോസ് മുമ്പാണ് തോന്നുന്നു. റണ്ണിങ് ഫാബ്രിക്സിൻ്റെ 2 ആഴ്ചത്തെ മുമ്പുള്ള വീഡിയോ എന്ന് തോന്നുന്നു. അതിന് ഒത്തിരി എൻക്വയറി ഉണ്ടായിരുന്നു. ആ സെയിം ഫാബ്രിക് തന്നെയാണ് കേട്ടോ. അത് എടുത്തിട്ടുള്ളവർ ആ സെയിം ഫാബ്രിക് അതിൻ്റെ ഈ ഒരു സെറി വീവിങ് ഇല്ലാത്തതിന് തന്നെ കണ്ട് 485 എന്തോ ആയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ മീറ്റർ പ്രൈസ് വരുന്നത് 545 ആണ് കേട്ടോ. 545 ആണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വരുന്നത്. ഇങ്ങനെയാണ് സെറിയുടെ വീവിങ് പോകുന്നുണ്ട്. ആൻഡ് ഡാമൻ ലൈനിലായിട്ട് ഇത് കണ്ടോ, സിൽവർ സെറി വീവിങ് ആണ് പോകുന്നത്. നല്ല ഭംഗിയുള്ളൊരു ഫാബ്രിക്കാണ് കേട്ടോ. ഇതിൻ്റെ ഷെയ്ഡ് ഒരു റെയർ ഷെയ്ഡാണ്. ഒരു കൗഡൻ ഗ്രീൻ്റെ ഒരു കരിഞ്ഞ ഒരു ചാണാ പച്ച കളർ, അങ്ങനത്തെ ഒരു ഷെയ്ഡ് ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇങ്ങനെ വരുന്നു. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ബോട്ടിൽ ഗ്രീൻ്റെ തന്നെ ഒരു ഡാർക്ക് ആയിട്ടുള്ളൊരു ഷെയ്ഡ്. ഒരു പീകോക്ക് ബ്ലൂവും ബോട്ടിൽ ഗ്രീനും കൂടെ മിക്സ് ആകുമ്പോഴുള്ളൊരു ഷെയ്ഡ് ഉണ്ടല്ലോ, ആ ഒരു ഷെയ്ഡിലാണ് ഇത് വരുന്നത്. ഇങ്ങനെ വരുന്നു. നല്ല ഭംഗിയുള്ള ഒരു ഡാർക്ക് ഷെയ്ഡാണ്. നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റ് ആക്കുന്ന ടൈപ്പിലുള്ള ഷെയ്ഡാണ്. ഇത് കണ്ടോ, ഇങ്ങനെ വരുന്നു ഫാബ്രിക്. ഓൾ ഓവർ ആ ഒരു സെറിയുടെ ഒരു ബൂട്ടാ വീവ്സ് കൊടുത്തിട്ടുണ്ട്. ഹെമ്മിലായിട്ട് ഇതാ ഇങ്ങനെ വരും. നല്ല ഭംഗിയുള്ളൊരു ഫാബ്രിക്കാണ് കേട്ടോ. 545 ആണ് പെർ മീറ്റർ റേറ്റ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് പ്യുവർ ആയിട്ടുള്ള ഓർഗൻസ സിൽക്ക് ഫാബ്രിക്. ഓർഗൻസയും ഒരു സിൽക്കും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു നല്ല ഫ്ലോയി ആയിട്ടുള്ളൊരു ഫാബ്രിക്കാണ്. പ്യുവർ സിൽക്ക് ഫാബ്രിക്കാണ് കേട്ടോ. അതിലേക്ക് പ്രിന്റ് വന്നിട്ട് ത്രെഡും സീക്വൻസും കൊണ്ടൊന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു സീക്വൻസും കൊണ്ട് ചെറുതായിട്ട് സ്കാറ്റേർഡ് ആയിട്ട് സീക്വൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഇവിടെ വന്നിരിക്കുന്ന ഒരു മറൂൺ ഷെയ്ഡാണ് കേട്ടോ. ഒരു കൈൻഡ് ഓഫ് ഒരു മറൂൺ ആണ്. ചെറിയൊരു പീച്ചിൻ്റെ ടിന്നും കൂടെ ഉള്ള ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് ഒരു മറൂൺ ആണ്. ഭയങ്കര ഡീപ്പ് മറൂൺ അല്ല. ഇങ്ങനെ വരുന്നു. നല്ല ഫ്ലോയി ഫാബ്രിക് ആണ് കേട്ടോ. ഇത് സാരി വിട്ടുണ്ട്, പക്ഷെ ഇതിൻ്റെ സൈഡ് അത്ര ഫിനിഷിംഗ് ഇല്ല. അതുപോലെ തന്നെ ഭയങ്കര ഫ്ലോയി ആയതുകൊണ്ട് തന്നെ സാരി ഉടുക്കുമ്പോൾ കിടക്കാൻ ഇച്ചിരി പാടായിരിക്കും. കുർത്തിക്കായിരിക്കും കേട്ടോ നല്ലത്. കുർത്തിയാക്കാനും ദുപ്പട്ടയാക്കാനും ഒക്കെ ആയിരിക്കും നമുക്ക് നല്ല ഭംഗി ഉണ്ടാവും. ഒരു റെയർ ഫാബ്രിക് ആണ്. ഇതൊന്ന് ട്രൈ ചെയ്യണമെന്നുള്ളവർക്ക് ട്രൈ ചെയ്യാവുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റിലും ഷെയ്ഡ്സിലുമാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ വരുന്നു. 525 ആണ് ഇതിൻ്റെ പെർ മീറ്റർ റേറ്റ് വരുന്നത്. 44 ഇഞ്ചസ് ആണ് വിത്ത്. പ്യുവർ ആയിട്ടുള്ള ഓർഗൻസ സിൽക്ക്. ആൻഡ് നെക്സ്റ്റ് ബേജ് കളറിലേക്ക് നല്ല ഇത് കേട്ടോ, ഭയങ്കര ഫ്ലോയി ഫാബ്രിക് ആണ് കേട്ടോ. നല്ല ബോഡി ഹഗിങ് ആയിട്ട് നമുക്ക് നിൽക്കുന്ന ടൈപ്പ് ഫാബ്രിക് ആണ്. നെക്സ്റ്റ് ഷെയ്ഡ് ബേജ് കളർ. ഒരു ബേജ് അല്ല, ഒരു ബട്ടർ ക്രീം കളറാണ്. അതിലേക്ക് ഇതാ ഇങ്ങനെ വരുന്നു. മൾട്ടി കളർ എംബ്രോയിഡറി വർക്കാണ്, സോറി മൾട്ടി കളർ പ്രിന്റ് ആണ്. അതിലേക്ക് എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുന്ന അടിപൊളിയായിട്ടുള്ളൊരു ഫാബ്രിക് ആണ് കേട്ടോ. ഇങ്ങനെ വരുന്നു. നെക്സ്റ്റ് 525 പെർ മീറ്റർ. നെക്സ്റ്റ് ഡീപ്പ് ആയിട്ടുള്ളൊരു മസ്റ്റാർഡ് ഷെയ്ഡാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു മസ്റ്റാർഡ് ഷെയ്ഡ്. അതിലേക്ക് കോമ്പിനേഷൻ ഷെയ്ഡ് പ്രിന്റ് വന്നിരിക്കുന്നത് നല്ലൊരു റാണി പിങ്കും ഒരു ഡാർക്ക് ഗ്രീൻ കളറിലും ഒക്കെയാണ്. അതിന് ഹൈലൈറ്റ് സീക്വൻസ് കൊണ്ടൊന്ന് മൈന്യൂട്ടായിട്ടാണ് സ്കാറ്റർ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. 44 ഇഞ്ചസ് ആണ് വിത്ത് വന്നിരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ സൈഡ് ഫിനിഷിംഗ് ആണ് കേട്ടോ. ഇതിൻ്റെ ബോർഡർ നല്ല ഫിനിഷിങ്ങിലാണ് വന്നിരിക്കുന്നത്. വേണമെങ്കിൽ സാരി ആക്കാം. പിന്നെ നല്ല ഫ്ലോയി ഫാബ്രിക് യൂസ് ചെയ്ത് സാരി ആയിട്ട് യൂസ് ചെയ്തവർക്ക് സാരി ആയിട്ട് എടുക്കാം കേട്ടോ. നല്ലൊരു പ്രീമിയം ലുക്കിൽ നമുക്ക് വെയർ ചെയ്യാൻ വരുന്ന ഒരു സെറ്റാണ്. ഇങ്ങനെ വരുന്നു. നല്ലൊരു പ്രീമിയം സൽവാർ നമുക്ക് ഇതിന് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇങ്ങനെ വരുന്നു ഫാബ്രിക്. മീറ്റർ പ്രൈസ് വരുന്നത് 525. നെക്സ്റ്റ് നമ്മളിപ്പോൾ കണ്ടതിനോട് സിമിലർ ആയിട്ട് തന്നെ വന്നിരിക്കുന്ന ഒരു മെറ്റാലിക് ഒരു പീച്ച് ടോണാണ്. ഒരു മോവ് ടോണിൻ്റെ ഒക്കെ ഉള്ളൊരു നമ്മൾ ലിപ്സ്റ്റിക്സിലൊക്കെ കണ്ടിട്ടില്ല, ഒരു മോവ് ടോൺ, അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ. ഒരു മെറ്റാലിക് ടോണാണ് വന്നിരിക്കുന്നത്. അതിലേക്ക് ഇതാ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മസ്റ്റാർഡ് ആൻഡ് റാണി പിങ്ക് ഷെയ്ഡിലേക്കാണ് പ്രിന്റ്. സെയിം പാറ്റേൺ തന്നെ വരുന്നു. സീക്വൻസ് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഫ്ലോയി ആയിട്ടുള്ള ഫാബ്രിക്കാണ്. ഫാബ്രിക്കിൻ്റെ നേച്ചർ കണ്ടോ, ഇങ്ങനെ ഫ്ലോയി ആയിട്ട് കിടക്കുന്ന ഫാബ്രിക്കാണ്. ക്രേപ്പ് ലൈനിങ് ഇട്ട് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ. ഇങ്ങനെ വരുന്നു ഫാബ്രിക്. മീറ്റർ പ്രൈസ് 525. നെക്സ്റ്റ് ഒരു രക്ഷയില്ലാത്തൊരു കളറാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ഉണ്ടോ ഈ ഷെയ്ഡ് കണ്ടോ. ഇതിന് ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ഇതൊരു
കൗഡൻ ഗ്രീനും ഒരു ഡാർക്ക് ഒരു കോഫി ഷെയ്ഡും കൂടെ മിക്സ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഷെയ്ഡാണ്. ഒരു റെയർ ഷെയ്ഡാണ് കേട്ടോ. ഇതിൻ്റെ ഷെയ്ഡ് പറയാൻ എനിക്ക് അറിയത്തില്ല, അത്രയും നല്ലൊരു ഷെയ്ഡാണ്. ആൻഡ് ഇത് കണ്ട ഇതിൻ്റെ കോമ്പിനേഷൻ കൊടുത്ത് നല്ലൊരു വൈനും ഒരു മസ്റ്റാർഡ് യെല്ലോ ഗ്രീനും എല്ലാം കൂടി മിക്സ് ആയിട്ട് വന്നിരിക്കുന്ന നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇതിൻ്റെ ബോർഡേഴ്സ് ഫിനിഷിംഗ് ഇല്ല കേട്ടോ. സോ നിങ്ങൾക്ക് സാരി ആയിട്ട് എടുക്കുമ്പോൾ ബോർഡറൊക്കെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും, സ്കാലപ്പ് കൊടുക്കുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. പക്ഷെ ഇത് കുർത്തിയായിട്ട് സ്റ്റിച്ച് ചെയ്യായിരിക്കും നല്ലത്. ഒരു സൽവാർ സെറ്റായിട്ട് ഭയങ്കര സോഫ്റ്റ് ആണ്, ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും കേട്ടോ. ഇങ്ങനെ വരുന്നു. നെക്സ്റ്റ് ഷെയ്ഡ് മീറ്റർ പ്രൈസ് 525. നെക്സ്റ്റ് ഷെയ്ഡ് റെഡ് ആണ്. നമുക്ക് ക്രിസ്മസ് ഒക്കെ വരുവാ ഇനി. സോ റെഡ് കാണുമ്പോൾ തന്നെ പിടിച്ചു പറയുകയാണ്, എനിക്കറിയാം. ഇങ്ങനെ വരുന്നു, റെഡ് ആൻഡ് ബ്ലാക്ക്. നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റിങ്ങും ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. 2 ലെയർ പിടിക്കാം. നല്ല ഫ്ലോയി ആയിട്ടുള്ള സിൽക്കി ഫാബ്രിക് ആണ് കേട്ടോ, പ്യുവർ ആയിട്ടുള്ള സിൽക്ക് ഫാബ്രിക് ആണ്. ഇങ്ങനെ വരുന്നു. മീറ്റർ പ്രൈസ് വരുന്നത് 525. അടുത്തത് നമുക്ക് പ്യുവർ കോട്ടൺ ഫാബ്രിക്കിലേക്ക് ബാത്തിക് പ്രിന്റ് വന്നിട്ട് അതിലേക്ക് എംബ്രോയിഡറി വർക്കും സീക്വൻസിന്റെ വർക്കും വന്നിട്ടുള്ള ഒരു ഫാബ്രിക് ആണ്. വാട്ടർ ഗോൾഡ് സീക്വൻസ് ആണ് കേട്ടോ. ഇങ്ങനെ വരുന്നു. നല്ല ഭംഗിയുള്ള ഒരു എംബ്രോയിഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു റയർ പാറ്റേൺ ആണ്. നമ്മൾ ബാത്തിക് പ്രിന്റിൽ എപ്പോഴും എംബ്രോയിഡറി വർക്ക് അങ്ങനെ അധികം കാണാറില്ല. ഇങ്ങനെ വരുന്നു. ഇത് വൈറ്റ് ബോട്ടത്തിൻ്റെ കൂടെയൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫാബ്രിക് ആണ്. 285 പെർ മീറ്റർ. നെക്സ്റ്റ് ഗജി സിൽക്കിൽ ബേജ് കളർ വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്ക് റീസ്റ്റോക്ക് ആയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ വരുന്നു. നല്ല ഭംഗിയുള്ളൊരു ബട്ടർ ക്രീം ഷെയ്ഡ്. നല്ല ഭംഗിയുള്ളൊരു ബട്ടർ ക്രീം ഷെയ്ഡിലേക്കാണ് ഈ ഒരു ഗജി സിൽക്ക് വന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ്. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടൊരു പ്രീമിയം ലുക്കിൽ നമുക്ക് ഒരു കുർത്തി സ്റ്റിച്ച് ചെയ്തിടാൻ പറ്റുന്ന ഫാബ്രിക് ആണ് കേട്ടോ. ആൻഡ് ഇതിലേക്ക് യോക്കൊക്കെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇത് കൊടുത്ത് അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ക്രീം കളറിലോ ലേസ് വെച്ചിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫാബ്രിക് ആണ്. ഗജി സിൽക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മഷ്റൂം സിൽക്കിനോട് സിമിലർ ആണ്. ഇത് കേട്ടോ, ഉള്ളിൽ ഇങ്ങനെ കോട്ടൺ ആയിട്ടാണ് വരുന്നത്. ഇന്നൊരു പോർഷൻ കോട്ടൺ ആയിട്ട് വരും. പുറമെയാണ് സിൽക്ക്, അല്ല സോഫ്റ്റ് ആയിട്ടുള്ള സിൽക്ക് ഫാബ്രിക് ആണ് പുറമേ വരുന്നത്. ഇങ്ങനെയാണ് കേട്ടോ ഫാബ്രിക് വരുന്ന മീറ്റർ പ്രൈസ് വരുന്നത് 320. അപ്പോൾ ഇത്രയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ്. അപ്പോൾ ഇതിലേതെങ്കിലും വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലേക്ക് അയച്ചോളാം. അതുപോലെ തന്നെ മൺഡേ ആൻഡ് ട്യൂസ്ഡേ ആയിട്ടായിരിക്കും നമ്മുടെ റണ്ണിങ് ഫാബ്രിക്സിൻ്റെ ഓർഡേഴ്സ് എല്ലാം ഡിസ്പാച്ച് ചെയ്യുന്നത്. സോ അത് എക്സ്പെക്ട് ചെയ്തിട്ട് ഓർഡർ ചെയ്യാം. അപ്പോൾ നമുക്ക് പുതിയ കളക്ഷൻസ് ആയിട്ട് വീണ്ടും കാണാം. ബൈ.